Good afternoon. Good afternoon. Good afternoon. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ? മാം കഴിച്ചില്ലേ? ഞാൻ കഴിച്ചു. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ? പ്രയർ ആരെയാണ്? പ്രയർ ഞാനാ മാം. ദൈവമേ നിന്റെ ദിവ്യകാരുണ്യം നിത്യവും ഞങ്ങൾ കരുളേണം. എന്നെന്നും നിന്റെ പുണ്യനാമങ്ങൾ പാടുവാൻ നാദം നൽകേണം. മിണ്ടുന്നതെല്ലാം മധുരമാവേണം, നന്മകൾ മാത്രം തോന്നേണം. ഇരുളിൽ ദീപമായി തെളിയേണം, എന്നും തുണയായി നീ കൂടെ പോരേണം. പാഠമെന്നും എളുപ്പമാകേണം, ശീലങ്ങൾ നല്ലതാകേണം. മുള്ളുകൾ മാറ്റി പൂവിരിക്കണം, നിൻ വഴി ഞങ്ങൾ കരുളേണം. നിന്റെ സ്നേഹത്തിൽ മുങ്ങി നീരാടാൻ സൗഭാഗ്യമെന്നും നൽകണം. കൂടെ എന്നും നടക്കേണം, കൂട്ടി നേട്ടനെ പോലെ എത്തേണം. നിന്മടിത്തട്ടിൽ വീണുറങ്ങുമ്പോൾ പൂങ്കിനാവുകൾ കാണേണം. ദൈവമേ നിന്റെ ദിവ്യകാരുണ്യം നിത്യവും ഞങ്ങൾ കരുളേണം. താങ്ക് യു. ഓക്കെ. Then Sangi. Hello everyone. Good afternoon. I am Anju. I am excited to be joining today's online class. It's an honor to welcome Ashwati ma'am to our class. We are thrilled to have you on board and look forward to learning from your experience. Your dedication to education and passion for teaching will undoubtedly inspire and motivate us. We are excited to benefit from your knowledge and guidance. Last class, teacher taught about school management and let's continue the class. Okay. And thought of the day? Every morning we have two choices: continue to sleep with your dreams or wake up and chase them. The choice is ours. കാർമലോ ആന്റണി പറഞ്ഞ വാചകമാണ്. ഓരോ പ്രഭാതത്തിലും നമുക്ക് രണ്ട് കാര്യങ്ങൾ തിരഞ്ഞെടുക്കാൻ കഴിയും. ഒന്നുകിൽ സ്വപ്നങ്ങൾ കണ്ട് നമ്മുടെ ഉറക്കം തുടരുക, അല്ലെങ്കിൽ ഉണർന്നെഴുന്നേറ്റ് സ്വപ്നങ്ങളെ എത്തിപ്പിടിക്കാനും അവയെ യാഥാർത്ഥ്യമാക്കാനും പരിശ്രമിക്കുക. താങ്ക് യു മാം. ഓക്കെ, ആക്ഷൻ സോങ്ങോ സ്റ്റോറിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രസന്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇല്ല. ഓക്കെ, അപ്പൊ നമ്മള് നെക്സ്റ്റ് ക്ലാസ്സിൽ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് വരെയാണ് പറഞ്ഞു നിർത്തിയത് അല്ലേ? ആണോ? കറക്റ്റ് അല്ലേ? നെക്സ്റ്റ് പാരഗ്രാഫ്സ് ഒന്ന് വായിക്കട്ടോ. മോസ്റ്റ് ഓഫ് ദ ടീച്ചേഴ്സ് അവസാനിക്കുന്ന പാരഗ്രാഫ് വരെ ഒന്ന് വായിക്കുക. ജനറലി വൺ ഓഫ് ദ സ്റ്റാൻഡേർഡ് ടീച്ചേഴ്സ് തുടങ്ങി മോസ്റ്റ് ഓഫ് ദ ടീച്ചേഴ്സ് ആർ അപ്പോയിന്റഡ് ഫോർ എ ക്ലാസ്. ആ ഒരു പാരഗ്രാഫ് വരെ ഒന്ന് റീഡ് ചെയ്യുക കേട്ടോ. റീഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കമ്പയർ ചെയ്യാം.
ടീച്ചർ ഏതുവരെയാ വായിക്കേണ്ടതെന്ന് പറഞ്ഞേ? Most of the teachers are appointed for a class ഉണ്ടല്ലോ, ആ ഒരു പാരഗ്രാഫ് വരെ കേട്ടോ. വായിച്ചു കഴിഞ്ഞിട്ട് തമ്പ് ചെയ്യാം. ഓക്കെ, ഒരാളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ. എളുപ്പമല്ലേ? ലിജി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ആരാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നേ? ലിജി ഷെൽട്ടൺ. ലിജി. അതായത് സ്റ്റാൻഡേർഡ് ടീച്ചേഴ്സിനാണ് സ്കൂളിന്റെ കൺട്രോൾ കൊടുത്തിരിക്കുന്നത്. ഡേ ടു ഡേ ട്രാൻസാക്ഷന് കൺട്രോൾ കൊടുത്തിരിക്കുന്നത് സ്റ്റാൻഡേർഡ് ടീച്ചേഴ്സിനാണ് ആ പവർ കൊടുത്തിരിക്കുന്നത്. എന്നാൽ മറ്റ് ടീച്ചേഴ്സിന് സ്റ്റാൻഡേർഡ് ടീച്ചേഴ്സിന് മറ്റേ ഡേ ടു ഡേ പവറും കൊടുത്തിട്ടുണ്ട്. മറ്റ് ടീച്ചേഴ്സിന് സ്കൂളിലെ മറ്റേ വേറെ പല ജോലികളും മറ്റ് ടീച്ചേഴ്സിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ എവരി ടീച്ചേഴ്സ് അത് എല്ലാ ടീച്ചേഴ്സും സ്കൂൾ അവരവരുടെ വർക്കുകൾ ഒരു ടീം വർക്കായിട്ട് ചെയ്യണം. അതായത് ഓരോരുത്തരും അവരവരുടെ സ്കൂളിന്റെ ക്രെഡിറ്റ് ഉയർത്തി കാണിക്കേണ്ടത് ഇറ്റ്സ് മൈ സ്കൂൾ, ഇത് എന്റെ സ്കൂൾ എന്ന നിലയിലാണ്. വർക്ക് ഫീലിംഗ്, അതായത് ഓരോരുത്തരും ആ സ്കൂളിൽ വർക്ക് ചെയ്യുമ്പോൾ ഇത് നമ്മുടെ സ്കൂളാണെന്നുള്ള ഒരു ഫീലിംഗ് ആണ് ഉണ്ടാകേണ്ടത്. പിന്നെ മോസ്റ്റ് ടീച്ചേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ ക്ലാസ് ബേസ് ആയിട്ട് അല്ലെങ്കിൽ സബ്ജക്ട് ബേസ് ആയിട്ടാണ് അപ്പോയിന്റ് ചെയ്യുന്നത്. ടീച്ചേഴ്സിന്റെ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത് ക്യാരി ഔട്ട് ഓഫ് ക്ലാസ്, അതായത് എന്താ മാഡം ഔട്ട് ഓഫ് ക്ലാസ് ഇതിനെയാണ് ക്ലാസ് റൂം മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ പറയുന്നത് ജനറലി വൺ ഓഫ് ദ സ്റ്റാൻഡേർഡ് ടീച്ചേഴ്സ് ഇസ് ഗിവൺ പവർ ബൈ ദ സ്കൂൾ ടു ഹാവ് കൺട്രോൾ ഓവർ ദ ഡേ ടു ഡേ ട്രാൻസാക്ഷൻ ഓഫ് ദി സ്കൂൾ. അതായത് സ്റ്റാൻഡേർഡ് ടീച്ചേഴ്സിനാണ് ഒരു സ്കൂളിന്റെ മൊത്തത്തിലുള്ള ദൈനംദിന പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള പവർ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പോ ഹെഡ് മാസ്റ്റർ ഉണ്ടെങ്കിൽ അവരാണ്, അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ഉണ്ടെങ്കിൽ അവരാണ് എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യേണ്ടത്, ഓവറോൾ കാര്യങ്ങൾ അവിടെ നോക്കി നടത്തേണ്ടത്. പക്ഷേ ഈ ഒരു പവർ ഇവർക്ക് കൊടുത്തത് കൊണ്ട് മറ്റ് ഒരു ജോലികളും മറ്റു ടീച്ചേഴ്സ് ചെയ്യണ്ട എന്നല്ല പറയുന്നത്. ഓക്കെ, അതായത് ഇവരെല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, ഹെഡ് മാസ്റ്റർ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, കൺട്രോൾ ചെയ്യുന്നുണ്ട്, ആവശ്യത്തിനുള്ള സൂപ്പർവിഷൻ കൊടുക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിനർത്ഥം മറ്റു ടീച്ചേഴ്സ് ഒരു ജോലിയും ഇല്ലാതെ ഇരിക്കരുതെന്നല്ല, മറിച്ച് ഇവരെ, അതായത് ഈ ഹെഡ് മാസ്റ്ററെ അവരുടെ ജോലികളിൽ സഹായിക്കുകയാണ് ആര് ചെയ്യേണ്ടത്, മറ്റ് ടീച്ചേഴ്സ് ചെയ്യേണ്ടത്. ഓക്കെ, സ്കൂൾ വർക്കിൽ, അതായത് ക്ലാസ് എടുക്കുന്നത് മാത്രമല്ല ഓഫീസ് വർക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഹെഡ് മാസ്റ്റർ ചെയ്യുമ്പോൾ അവരെ അസിസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യേണ്ടത് മറ്റ് ടീച്ചേഴ്സിന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ, ക്ലിയർ ആണോ?
പിന്നെ അതുപോലെ തന്നെ എവറി ടീച്ചർ ഷുഡ് ഷെയർ ദ വർക്ക് ഓഫ് ദ സ്കൂൾ മാനേജ്മെന്റ് ആൻഡ് മേക്ക് ഇറ്റ് എസ് ടീം വർക്ക്. പിന്നെ അതുപോലെ തന്നെ എല്ലാ ടീച്ചേഴ്സും എന്ത് ചെയ്യുക, ജോലി ഷെയർ ചെയ്യുക, ഡിവൈഡ് ചെയ്ത് ജോലി ചെയ്യാനായിട്ട് നോക്കുക. അത് ഒരു ടീം വർക്ക് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ എളുപ്പത്തിൽ ചെയ്തു തീർക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും, വളരെ പെട്ടെന്ന് ഒരു അച്ചീവ്മെന്റും അതിലുണ്ടാകും. അപ്പോൾ ടീം വർക്ക് ആയിട്ട് ചെയ്യുന്നതിലൂടെ വളരെ നല്ല രീതിയിൽ നമുക്ക് സ്കൂളിനെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ദാറ്റ് ഈസ് സെക്കൻഡ് പാരഗ്രാഫ്. Then third paragraph, the sharing of the work can be assisted by the management or by the voluntary interest among the teachers. When a school is running with a good name, everyone takes the credit of saying it is my school. So everyone should work the feeling our school. അതായത് ടീച്ചറിന്റെ വർക്ക് എന്ത് ചെയ്യുക, അതായത് ഇത്തരത്തിലുള്ള ടീച്ചർമാർ ചെയ്യുന്ന ജോലികൾ എന്ത് ചെയ്യുന്നുണ്ട്, മാനേജ്മെന്റ് വിലയിരുത്തുന്നുണ്ട്, അവരത് അസസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്ക് കൊടുക്കുന്ന ജോലികൾ അവർ കറക്റ്റ് ആയിട്ട് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ, അതായത് ഇത് എന്റെ സ്കൂള് എന്ന് പറയുന്ന ആ ഒരു ക്രെഡിറ്റിലേക്ക് വരും അല്ലെ. എല്ലാവരും കൂടി ഒരു ടീം വർക്ക് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ സക്സസ് ഉണ്ടാവുകയും മറ്റാളുകള് സ്കൂളിനെ പുകഴ്ത്തുകയും ചെയ്യും. അപ്പൊ നമ്മൾക്കൊരു, അതായത് അവിടെ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സിന് ഒരു വിചാരം ഉണ്ടാവും അല്ലെ, ഇത് എന്റെ സ്കൂളാണെന്ന് പറയാൻ ഒരു പ്രൗഡ് ടീച്ചേഴ്സിന് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ എല്ലാവരും തങ്ങളുടെ സ്കൂൾ അല്ലെങ്കിൽ എന്റെ സ്കൂളാണെന്ന് കരുതി എന്ത് ചെയ്തിരിക്കണം, വർക്ക് നല്ല രീതിയിൽ നടത്തിയിരിക്കണം. ക്ലിയർ ആണോ? ഓക്കെ ആണോ? The next paragraph. So most of the teachers are appointed for a class for a subject. So the first main duty of the teacher is carry out class. That is known as classroom management. പിന്നെ എല്ലാ ടീച്ചേഴ്സിനെയും അപ്പോയിന്റ് ചെയ്യുന്നത് ഒന്നല്ലെങ്കിൽ ഒരു ക്ലാസ്സിലോട്ടായിരിക്കാം അല്ലെ. ക്ലാസ് ടീച്ചർ ആയിട്ട് ഏതെങ്കിലും ഒരു ക്ലാസ്സിലോട്ടാവാം അപ്പോയിന്റ് ചെയ്യുന്നത്. പിന്നെ ചില ടീച്ചേഴ്സ് ആണെങ്കിൽ ചില സബ്ജക്ട് മാത്രം എടുക്കുന്ന ടീച്ചേഴ്സ് ആയിരിക്കും. നമുക്ക് അറിയാൻ പറ്റൂല, ഇപ്പൊ മലയാളം എടുക്കുന്ന ടീച്ചേഴ്സ്, ലാംഗ്വേജസ് ഒക്കെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ആണെങ്കിൽ അവർക്ക് ചില സബ്ജക്ട് മാത്രം എടുക്കാനായിരിക്കും അവർ അപ്പോയിന്റ് ചെയ്യുക. ഹിന്ദി പഠിപ്പിക്കുന്ന ടീച്ചർ, സംസ്കൃതം പഠിപ്പിക്കുന്ന ടീച്ചർ, അങ്ങനെ ഉറുദു പഠിപ്പിക്കുന്ന ടീച്ചർ, അവർ ആ ലാംഗ്വേജ് മാത്രമാണ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. ചിലപ്പോൾ ഒരു ക്ലാസ് ടീച്ചർ ആകണം എന്നില്ല. അപ്പൊ ഒരു വിഭാഗം ടീച്ചേഴ്സിനെ ക്ലാസ് ടീച്ചറായിട്ട് അപ്പോയിന്റ് ചെയ്യുക. ഇനി മറ്റൊരു വിഭാഗം ആളുകളെ എന്തായിട്ട് അപ്പോയിന്റ് ചെയ്യാം, സബ്ജക്ട് എടുക്കുന്നതിന് മാത്രമായിട്ടും അപ്പോയിന്റ് ചെയ്യാം. അപ്പോ ടീച്ചറുടെ ഫസ്റ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത് ക്ലാസ് റൂം ക്യാരി ചെയ്യുക, അല്ലെങ്കിൽ ക്ലാസ് റൂം നല്ല രീതിയിൽ കൊണ്ടുപോകുക എന്നുള്ളതാണ് ടീച്ചറുടെ ഫസ്റ്റ് ഡ്യൂട്ടി. അതിനെയാണ് നമ്മൾക്ക് ക്ലാസ് റൂം മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ. Then next അടുത്ത പാരഗ്രാഫ്സ് ഒന്ന് വായിക്കാം കേട്ടോ. Every teacher should take care തുടങ്ങിയിട്ട് few teachers should take the charge of last canvassing and propaganda ഇല്ലേ, അതിന്റെ മുമ്പത്തെ പാരഗ്രാഫ് വരുന്നില്ല. ഓക്കെ. ടീച്ചർ രണ്ടാമത്തെ സെന്റൻസിൽ ക്യൂ ആണ്, ക്യൂൺ എന്നാണ് എഴുതിയിരിക്കുന്നത്. രണ്ടാമത്തെ സെന്റൻസോ? അതായത് രണ്ടാമത്തെ പാരഗ്രാഫിലെ ലാസ്റ്റ് വന്നിട്ട് ഓർഡർ ദം ടു ഫോം എ ക്യൂ ആണ്. ക്യൂ ആണ്, ക്യൂ ആണ് കേട്ടോ. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. ക്യൂ ആണ്, ക്യൂ. അതിന്റെ മീനിങ് എന്താണ്?
അതായത് വരിയായിട്ട് കൊണ്ടുപോകുക എന്നുള്ളത്. കുഞ്ഞുങ്ങളെ നമ്മള് വരിയായിട്ട് കൊണ്ടുപോകില്ലേ ക്ലാസ് റൂമിൽ അസംബ്ലിയിലൊക്കെ, അതാ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി സുരേഷ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ വായിച്ചത്? The teacher should take care, maintain discipline everywhere. ടീച്ചറ് എല്ലായിടത്തും ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ അത് കുറച്ച് അവിടെ ലാസ്റ്റ് വായിക്കാൻ ആ ഒരു വരി ക്ലിയർ അല്ല. Quarrels, threatening others, speaking rubbish, she can call them and after making minimum enquiries dispose of them without punishment. അതായത് അങ്ങനെ കുറ്റകൃത്യങ്ങളോ അങ്ങനെ ഉറക്ക ഊളിയിടല് അങ്ങനെ വല്ലതും ഒക്കെ ഇപ്പോൾ ടീച്ചേഴ്സ് ഇങ്ങനെ വരാന്തയിൽ കൂടെയൊക്കെ നടക്കുമ്പോൾ അങ്ങനെ വല്ലതും കണ്ടു കഴിഞ്ഞാൽ അന്വേഷിച്ച് അവർക്ക് വേണ്ട പനിഷ്മെന്റോ അല്ലെങ്കിൽ പ്രശ്നം ചോദിച്ചറിഞ്ഞ് പരിഹരിക്കാവുന്നതാണ്. പിന്നെ when she sees a collective of students hesitating before the tap before any room or somewhere, she should order them to form a queue. അതായത് കുട്ടികള് കൂട്ടായിട്ടോ ഇങ്ങനെ ഓടി നടക്കുക ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവരെ വിളിച്ചിട്ട് ക്യൂ ആയിട്ട് നിർത്തണം. പിന്നെ even when the prayer is going on, 1 or 2 teachers should take the charge of going around the school to check the persons enquiring the students hiding in the classes and those who are acting time near the sources and near the latrine and urinals. The practice they should do even while the functions and meetings are going on. അതായത് സ്കൂളില് പ്രാർത്ഥനയൊക്കെ നടക്കുമ്പോൾ ഒരു 2 അധ്യാപകർക്ക് സ്കൂളിന്റെ പരിസരത്ത്, അതായത് ക്ലാസ്സിലോ ബാത്റൂമിന്റെ ഭാഗത്തൊക്കെ ആരെങ്കിലും പ്രാർത്ഥനയിൽ പങ്കെടുക്കാണ്ട് ഒളിച്ചിരിക്കുകയോ അങ്ങനെ ഉണ്ടോന്നൊക്കെ പരിശോധിക്കണം. അതേപോലെ തന്നെ മീറ്റിങ്ങും ഫംഗ്ഷനും ഒക്കെ നടക്കുന്ന സമയത്തും ഇത് തന്നെ ചെയ്യണം. പിന്നെ സ്റ്റുഡൻസ് ടേക്കിംഗ് ലഞ്ച് ഇൻ കോമൺ പ്ലേസ്, കുട്ടികള് കോമൺ പ്ലേസിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നെങ്കിൽ കുറച്ച് ടീച്ചേഴ്സിന് ടേക്ക് ചാൻസ് ഓഫ് മാനേജീരിയൽ, അതായത് മാനേജ്മെന്റിന്റെ ചുമതല എടുത്തിട്ട് അവര് ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്ത് ഡിസിപ്ലിൻ, ടേബിൾ മാനേഴ്സ്, ക്ലീൻനെസ്, സൈലൻസ് അതൊക്കെ നടത്തുന്നുണ്ടോന്ന് ഉറപ്പാക്കണം. പിന്നെ ഫ്യൂ ടീച്ചേഴ്സ് ഷുഡ് ടേക്ക് ചാർജ് ഗേറ്റ് വാച്ചിങ്, അതായത് വാതിലിന്റെ അവിടെ കുറച്ച് ടീച്ചേഴ്സിന് ഉത്തരവാദിത്തം കൊടുക്കണം. ഇൻ ദ മോർണിംഗ് ഡെയിലി അറ്റ് ദ ഫസ്റ്റ് ഫോം ഓഫ് അവർ ബിഫോർ ദ പ്രെയർ ആൻഡ് ഫ്യൂ ടീച്ചേഴ്സ്, അതായത് രാവിലെ പ്രാർത്ഥനയ്ക്ക് മുമ്പ്, അതുപോലെ സ്കൂൾ ബസിന്റെ അടുത്ത് half an hour after check display list of 15. അതായത് ബെല്ലടിക്കുന്നതിന് മുമ്പ്
കുട്ടികള് പ്രാർത്ഥനയുടെ സമയത്തും അതിന്റെ മുമ്പും വാതിലിന്റെ അവിടെ കുറച്ച് ടീച്ചേഴ്സിനെ ചുമതലപ്പെടുത്തി അവര് ഡിസിപ്ലിനിലാണോ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് ഉറപ്പുവരുത്തണം. ഓക്കെ ടീച്ചർ, താങ്ക് യു. ഓക്കെ, അപ്പോ ഇപ്പൊ മുന്നേ വായിച്ചതൊക്കെ കറക്റ്റ് ആണ്. എവറി ടീച്ചർ ഷുഡ് ടേക്ക് കെയർ ടു മെയിൻറ്റെയിൻ ഡിസിപ്ലിൻ എവറിവെയർ. Even when she is walking on the footpath, if she happens to see the students making quarrels, threatening others, speaking rubbish, she can call them and after making minimum inquiries, dispose of them with or without the punishment. അതായത് എല്ലാ ടീച്ചർമാരും എന്ത് ചെയ്തിരിക്കണം, എല്ലാ സ്ഥലത്തും ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. കുട്ടികളുടെ അതായത് അച്ചടക്കം അല്ലെങ്കിൽ കുട്ടികളെ അടക്കിയിരുത്താനുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. ഇപ്പോ ടീച്ചർ ഇപ്പോ ഫുട്പാത്തിലൂടെയൊക്കെ നടന്നു പോകുമ്പോൾ സ്കൂൾ കോമ്പൗണ്ടിന് പുറത്ത് ഗേറ്റ് കഴിഞ്ഞിട്ട് റോഡുകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ഫുട്പാത്തിലൂടെ നടന്നു പോകുന്ന സമയത്ത് ചില സ്റ്റുഡൻസ് വഴക്കിടുവാണെങ്കിലോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തുവാണെങ്കിലോ, threatening others, സ്പീക്കിംഗ് റബ്ബിഷ്, ചീത്ത വാക്കുകൾ ഉപയോഗിക്കുവാണെങ്കിലോ എന്ത് ചെയ്തിരിക്കണം, ആ കുട്ടികളെ വിളിച്ച് മിനിമം അന്വേഷണം നടത്തി ചിലപ്പോ പണിഷ്മെന്റ് കൊടുക്കാം, അല്ലെങ്കിൽ ആ പ്രോബ്ലം പരിഹരിക്കാനുള്ള നടപടികള് സ്വീകരിച്ചിരിക്കണം. അപ്പൊ നമുക്കറിയാം ഈ സ്കൂളൊക്കെ വിട്ട് കഴിഞ്ഞാല് പിള്ളേരൊക്കെ കൂട്ടം കൂടിയാണ് പോകുന്നത് അല്ലെ. അപ്പൊ കൂട്ടം കൂടി പോകുന്ന സമയത്ത് ചിലപ്പോ അവര് തമ്മിൽ ചിലപ്പോ എന്താണ് വഴക്കിടാം അല്ലെ, അല്ലെങ്കിൽ തല്ല് കൂടാം അല്ലെ, അന്യൂനം തല്ലാം, അല്ലെങ്കിൽ എന്താ പറയാ ചിലപ്പോൾ ചീത്ത വാക്കുകൾ, ബാഡ് ആയിട്ടുള്ള വേർഡ്സുകൾ ഉപയോഗിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ടീച്ചേഴ്സിന് ചിലപ്പോൾ കേൾക്കാൻ ഇടയാകും. കാരണം കുട്ടികളെയും ടീച്ചേഴ്സിനെയും ഒരേ സ്ഥലത്ത് തന്നെയാണ് സ്കൂളിൽ നിന്ന് വിടുന്നത് അല്ലെ. ബെല്ലടിക്കുമ്പോൾ ടീച്ചേഴ്സിന് കുട്ടികൾക്ക് പുറത്തു പോകാൻ പറ്റില്ലേ? ലാസ്റ്റ് ബെല്ലടിക്കുമ്പോ പറ്റുകയില്ലയോ? പോകാൻ പറ്റുമോ അല്ലെ. അപ്പൊ അങ്ങനെ പോകുന്ന വഴിക്കായിരിക്കും ചിലപ്പോ ഈ കുട്ടികളുടെ ഇത് ടീച്ചർ കേൾക്കുന്നത്. ആ സമയത്ത് അവരെ അത് മൈൻഡ് ചെയ്യാതെ പോകരുത്. അവരെ വിളിച്ച് മിനിമം അന്വേഷണം നടത്തിയിട്ട്, അതായത് എന്താണ് നിങ്ങൾ ചെയ്യുന്നത്, എന്താണ് ഇങ്ങനെയുള്ള കാര്യം, എന്താണ് കാര്യം, എന്താണ് വഴക്ക് കൂടാനുള്ള കാര്യം എന്താണ്, അല്ലെങ്കിൽ മോശമായിട്ട് വാക്കുകൾ ഉപയോഗിക്കാനുള്ള കാര്യം എന്താണെന്ന് വിളിച്ചു ചോദിച്ച് പറ്റുമെങ്കിൽ അപ്പൊ തന്നെ ആ ഒരു പ്രശ്നം അവിടെ പരിഹരിച്ചു വേണം അവരെ തിരിച്ചു വിടാനായിട്ട്. ഇനി പണിഷ്മെന്റ് കൊടുക്കേണ്ട സമയത്ത് അങ്ങനെയുള്ള കേസുകളൊക്കെ ആണെങ്കിൽ പണിഷ്മെന്റ് കൊടുത്ത്, അതായത് പണിഷ്മെന്റ് കൊടുക്കുകയും വേണം. പക്ഷെ ഇത് നമ്മൾ ചെയ്യേണ്ടത് പരസ്യമായിട്ടല്ല. അതായത് ചിലപ്പോ ഈ ഫുട്പാത്തൊക്കെയാണ് നമുക്കറിയാം, ആളുകളൊക്കെ കൂടുതലായിട്ട് ഉണ്ടാക്കും. അപ്പോ എന്താണെന്ന് ശ്രദ്ധിക്കുക അല്ലെ. ടീച്ചർ വന്ന് ചോദിക്കുന്നതും ചിലപ്പോ പണിഷ്മെന്റ് കൊടുക്കുന്നതൊക്കെ അവർക്ക് കാണാനായിട്ട് പറ്റും. അപ്പോ ഇത് എന്ത് ചെയ്യരുത്, ഒരിക്കലും ഇത് പരസ്യമായിട്ട് ചെയ്യാനായിട്ട് മുതിരരുത്. കുട്ടികളെ വിളിച്ച് രഹസ്യമായിട്ട് കാര്യങ്ങൾ അന്വേഷിച്ച് ചെറിയ ശിക്ഷകൾ നൽകാവുന്നതാണ്. അപ്പൊ ആരെയും, അതായത് ഇങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചിട്ട് കുട്ടികളെ ഇൻസൾട്ട് ചെയ്താൽ എന്താണ് ഉണ്ടാവുക, ഇൻസൾട്ട് ചെയ്ത് കഴിഞ്ഞാല് അവർക്ക് കൂടുതൽ ഹർട്ട് ആവാൻ ചാൻസ് ഉണ്ട് അല്ലെ. വാശി കൂടും അല്ലെ. അപ്പൊ വേറെ പല കുറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ അവര് ചെയ്യാനായിട്ട് ഇടവരും. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യരുത്, ഒരിക്കലും അങ്ങനെ പരസ്യമായിട്ട് വിളിച്ചു വരുത്തി അധിക്ഷേപിക്കാനോ ശിക്ഷകൾ കൊടുക്കാനോ ഒന്നും പാടില്ല. രഹസ്യമായിട്ട് വിളിച്ചു വരുത്തിയിട്ട് വേണം വേണ്ട കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട്. ഓക്കെ, അതാണ് അവിടെ പറയുന്നത് കേട്ടോ. ക്ലിയർ ആണോ? The next one, when she sees a collective of students hastening before the tap or before any room or somewhere, she should order them to form a queue. അതായത് ഇനി ഒരു കൂട്ടം സ്റ്റുഡൻസ്, കളക്റ്റീവ് സ്റ്റുഡൻസ് എന്ന് പറയുന്നതാണ്. അതായത് ഒരു കൂട്ടം സ്റ്റുഡൻസ്, നമുക്കറിയാം സ്കൂളാണ് അല്ലെ, വെള്ളം കുടിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. അതായത് വാട്ടറുള്ള ചിലപ്പോൾ ടാപ്പായിരിക്കാം, അല്ലെങ്കിൽ വെള്ളം കുടിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു ഇതുണ്ട് സ്കൂളുകളിൽ. ആ സ്ഥലത്തൊക്കെ ഇന്റർവെൽ സമയത്തൊക്കെ ആണെങ്കിൽ കുട്ടികൾ ഒന്നും കൂട്ടം കൂടി നിൽക്കും. ഓക്കെ, അപ്പോ ടീച്ചർ എന്ത് ചെയ്യാം, ടീച്ചർക്ക് അവരെ ക്യൂ ആയി നിർത്തിയിട്ട് അവിടെ അതിനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാം. പിന്നെ വെള്ളം കുടിച്ചതിന് ശേഷം കുട്ടികളെ ക്യൂ ആയിട്ട് ക്ലാസ് റൂമിലേക്ക് കയറ്റാനും ടീച്ചർ ശ്രദ്ധിക്കണം എന്നാണ് അവിടെ പറയുന്നത് കേട്ടോ.
ഓക്കെ. അപ്പോ ഈ സ്ഥലങ്ങളിലൊക്കെ കൂടുതൽ ഒച്ചപ്പാട് ബഹളമൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം കൂട്ടം കൂടി നിൽക്കുകയല്ലേ കുഞ്ഞുങ്ങള്. അപ്പോ ഭയങ്കരമായിട്ട് ശബ്ദവും കാര്യങ്ങളൊക്കെ വരാം. അപ്പൊ ചിലപ്പോൾ മറ്റു ക്ലാസ്സുകളുടെ ഡിസ്റ്റർബൻസ് ഒക്കെ ആകും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ടീച്ചർ അവരെ വളരെ ശാന്തതയോടുകൂടി ക്യൂ ആയിട്ട് അവിടെ നിർത്തേണ്ടത്. The next paragraph, even when the prayer is going on, 1 or 2 teachers should take the charge of going around the school to check the person, enquiring the students, hiding in the classes, and those who are acting time in near the sources and near the latrine and urinals. This practice they should be even while the functions and the meetings are going on. ഇനി prayer നടക്കുന്ന സമയം അല്ലെ, സ്കൂളിൽ പ്രയർ നടക്കുന്ന സമയം ഉണ്ടാവാറുണ്ട് അല്ലെ, അസംബ്ലി ആയിട്ടുള്ള സമയം ഉണ്ടാവാറുണ്ട്. ആ സമയത്ത് 1-2 ടീച്ചർമാർ എന്ത് ചെയ്തിരിക്കണം, എല്ലാ സ്കൂളുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഏരിയകളും ചെക്ക് ചെയ്തിരിക്കണം. ഓക്കെ. ചില കുട്ടികൾ എന്ത് ചെയ്യാറുണ്ട്, പ്രയറിലൊന്നും പങ്കെടുക്കാറില്ല, അസംബ്ലിയിലൊന്നും പങ്കെടുക്കാറില്ല. ചില കുഞ്ഞുങ്ങൾ പറയും തലവേദനയാണ്, വയറുവേദനയാണ്, വയ്ക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാറുണ്ട്, അതിൽ നിന്ന് സ്കിപ്പ് ആവാനായിട്ട് ശ്രമിക്കാറുണ്ട് അല്ലെ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അങ്ങനെ കണ്ടിട്ടുണ്ടോ? ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ടീച്ചർ. ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്? എന്താണ് പറഞ്ഞിട്ടുള്ളത്? അപ്പോ ഇതല്ല, സ്കൂൾ മാനേജർ വരും. സ്കൂൾ മാനേജർ വന്നിട്ട് നമ്മുടെ ലഞ്ച് ടൈമിന്റെ സമയം ആവണ അടുപ്പിച്ചാണ് വേണ്ട, പുള്ളി പ്രസംഗിച്ച് തുടങ്ങിയ പിന്നെ നിർത്തത്തില്ല. ഞങ്ങള് വിശന്ന് അവസാനം അല്ലാത്ത അല്ലകറക്കമൊക്കെ അഭിനയിച്ച് ക്ലാസ്സിൽ നിർത്തിയിട്ടുണ്ട്. അതെ. അപ്പോ ചില കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, അതായത് ഒളിച്ചിരിക്കാറുണ്ട്. അതായത് ഈ അസംബ്ലിയിലൊക്കെ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാറുണ്ട്, ഒളിച്ചിരിക്കാറുണ്ട്. അപ്പോ അതൊക്കെ എന്ത് ചെയ്യണം, ഈ ടീച്ചേഴ്സ് കണ്ടുപിടിക്കണം എന്നാണ് പറയുന്നത്. പിന്നെ ചില കുട്ടികള് ടോയ്ലറ്റിലൊക്കെ പോയിട്ട് എന്ത് ചെയ്യാം, ഒളിച്ചിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അവിടെയുള്ള, അതായത് പെട്ടെന്ന് ആരും ചെല്ലാത്ത ഏരിയകളാണല്ലോ ടോയ്ലറ്റ്സ് ഒക്കെ. അപ്പോ ആ സ്ഥലത്തും എന്ത് ചെയ്തിരിക്കണം, ചെക്ക് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. പിന്നെ ഇതുപോലെ തന്നെ ഈ ഫങ്ഷൻസും മീറ്റിംഗ്സ് ഒക്കെ നടക്കുമ്പോൾ, അതായത് മറ്റുള്ളവർക്ക് ഇങ്ങനെ ധാരാളം പ്രസംഗിക്കുക അല്ലെ, കുറെ അധികം സംസാരിക്കാം, കുട്ടികൾ ബോറടിച്ചായിരിക്കും ഇരിക്കുന്നത്. അപ്പൊ അതിൽ നിന്നൊക്കെ ഒഴിവാകുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഹൈഡിങ് ഒക്കെ നടക്കാറുണ്ട്. അപ്പോ അക്കാര്യങ്ങളും ടീച്ചർ ചെക്ക് ചെയ്തിരിക്കണമെന്ന് ഇവിടെ പറയുന്നു. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ കുട്ടികള് ലഞ്ച് കഴിക്കുന്നത് ഒരു കോമൺ പ്ലേസിലാണെങ്കിൽ, ഓക്കെ, അതായത് പൊതുവായിട്ടൊരു സ്ഥലത്തിരുന്നാണ് ലഞ്ച് കഴിക്കുന്നതെങ്കിൽ കുറച്ച് ടീച്ചേഴ്സ് എന്ത് ചെയ്തിരിക്കണം, അതൊന്ന് മാനേജ് ചെയ്യാനായിട്ട്, അതൊന്ന് ഹാൻഡിൽ ചെയ്യാനായിട്ട് അവിടെ നിന്നിരിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ടേബിൾ മാനേഴ്സിനെ കുറിച്ച് കുട്ടികളെ പഠിപ്പിക്കണം. ടേബിൾ മാനേഴ്സ് എന്താണ്, എങ്ങനെയാണ് ആഹാരം കഴിക്കേണ്ടത്, ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ എങ്ങനെ അവിടെ ക്ലീൻ ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് പഠിപ്പിച്ചിരിക്കണം. ബ്ലഡ് ക്ലീൻനെസ്സിനെ കുറിച്ചും സൈലൻസ്, അതായത് മിണ്ടാതെ ഇരുന്നിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ അല്ലെ, സംസാരിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കരുത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കാവുന്നതാണ്. The next one, few teachers should take the charge of gate watching in the morning daily at first from 1 hour before the prayer, and few teachers in stoppage of the day, at least from 15 minutes at the alarm bell and half an hour after the alarm bell to check the discipline. എന്താണ് അത് പറയുന്നത്? ഒരാളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? അനില ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? അനില OA. Yes, ma'am. Ma'am, ഇപ്പൊ പറഞ്ഞതാണോ? അതെ, few teachers, last paragraph. Few teachers should take charge grade watching. കുറച്ച് അതായത് ഫ്യൂ ടീച്ചേഴ്സ് ഡിസിപ്ലിൻ വരെ അല്ലേ? കുറച്ച് ടീച്ചർമാര് എന്തായാലും അവരെ വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കണം. പിന്നെ ഇൻ ദ മോർണിംഗ് ഡെയിലി അറ്റ് ഫസ്റ്റ് ഫ്രോം 1 hour ബിഫോർ ദ പ്രയർ ടീച്ചിങ് ദ സ്റ്റോപ്പ് the day and rest from 15 minutes to check the discipline. അതായത് ഇപ്പൊ നമുക്ക് പ്രയറിന് മുന്നേക്കുള്ള ബെല്ലിന് ടീച്ചർമാർ എന്തായാലും ആ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടോ, അല്ലെങ്കിൽ അവരെല്ലാവരും അവിടെ എത്തുന്നുണ്ടോ എന്നൊക്കെ വാച്ച് ചെയ്യണം, അങ്ങനെയല്ലേ മാം? അതായത് ചില ടീച്ചേഴ്സ് എന്ത് ചെയ്യണം, ഗേറ്റ് വാച്ചിങ്ങിനായിട്ട് ഡ്യൂട്ടിയിൽ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്.
എന്താ പറയാ, നമ്മള് ഫസ്റ്റ് ബെല്ലൊക്കെ അടിക്കുന്ന സമയത്ത് കുറച്ച് ടീച്ചർമാര് വടിയായിട്ട് വന്ന് നിൽക്കുന്നത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? പ്രയർ തുടങ്ങുന്ന സമയത്തിന് മുമ്പായിട്ട് ഉണ്ടോ? പിന്നെ അതുപോലെ തന്നെ ലോങ് ബെൽ അടിക്കുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യാറുണ്ട്, ചെക്ക് ചെയ്യാറുണ്ട്. ആ ഒരു സമയത്ത് അല്ലെങ്കിൽ ബെല്ലടിക്കുന്ന സമയത്ത് ഗേറ്റിന് മുമ്പിൽ ടീച്ചേഴ്സ് വന്ന് നിൽക്കാറുണ്ട്. പ്രോപ്പർ ആയിട്ട് ചെക്ക് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, കുട്ടികളെ അകത്തേക്കും പുറത്തേക്കും ഒക്കെ കയറ്റുന്നത് അല്ലെ. അപ്പൊ ലോങ് ബെൽ അടിക്കുന്നതിന് ഒരു 15 മിനിറ്റ്സ് മുമ്പെങ്കിലും ടീച്ചേഴ്സ് എവിടെ നിർബന്ധമായിട്ടും ആ ഒരു ഗേറ്റിന് മുമ്പിൽ ഉണ്ടായിരിക്കണം. കുഞ്ഞുങ്ങളെ എല്ലാവരെയും ചെക്ക് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ ഓക്കെ, അത്രേ ഉള്ളൂ കേട്ടോ. ക്ലിയർ അല്ലേ എല്ലാ കാര്യങ്ങളും? മിസ് അപ്പൊ സ്റ്റോപ്പേജ് എന്ന് വെച്ചാൽ എന്താ? സ്റ്റോപ്പേജ് എന്ന് പറഞ്ഞാലേ അവിടെ എന്തോ സ്പെല്ലിംഗ് എററാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഞാൻ പറഞ്ഞു തരാം കേട്ടോ എന്താണെന്ന്. എന്നാണ് ഞാൻ അതിനെ കുറിച്ച് പറയാൻ. ഞാൻ വിചാരിച്ചു ബസ്സൊക്കെ കാത്തിരിക്കുന്ന സ്റ്റോപ്പ് അങ്ങനെ ഒരു അർത്ഥം എടുത്തു. ഞാൻ പറഞ്ഞു. നെക്സ്റ്റ് വൺ ക്യാൻവാസിംഗ് ആൻഡ് പ്രൊപ്പഗൻഡാസ് ആണ് കേട്ടോ. വായിക്കാം. മിസ് പ്രൊപ്പഗൻഡാസ് അതിന്റെ മീനിങ് എന്താന്ന് പറയുമോ? അത് പരസ്യ പ്രചരണം എന്ന് പറയും. പ്രചരണം എന്ന് പറയും പ്രൊപ്പഗൻഡാസ്. ഓക്കെ, ഒരാളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. മഞ്ജു രാകേഷ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യൂ. ക്യാൻവാസിംഗ് ആൻഡ് പ്രൊപ്പഗൻഡാസ്. Most of the nursery school with a poor strength feel that they should make propaganda and canvas to get students. അതായത് മിക്കവാറുള്ള നഴ്സറി സ്കൂളിലെ അവസ്ഥ പറയുന്നത് കുട്ടികളുടെ സ്ട്രെങ്ത് കുറവായിരിക്കും. അപ്പൊ അവർക്ക് അവിടെയുള്ള ആൾക്കാർക്ക് എന്താണ് ക്യാൻവാസ് ചെയ്ത് പ്രചരണം നടത്തി വേണം കുട്ടികളെ അതിലേക്ക് വിളിക്കാനായിട്ട്. അഡ്വർടൈസ്മെന്റ് വർക്ക് ആൻഡ് എംപ്ലോയ് ടീച്ചിങ് സ്റ്റാഫ്. അതായത് ഒന്നേ അവർ അഡ്വർടൈസ്മെന്റ് വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ബ്രൗഷർ പോലുള്ള സംഭവങ്ങൾ ഇറക്കി ടീച്ചേഴ്സും അവിടുത്തെ സ്റ്റാഫും അതായത് വീടുകൾ തോറും കയറി ഒരു ക്യാൻവാസിംഗ് പോലെ ആയാലും കുട്ടികളെ ക്ഷണിക്കാനായിട്ട് അത് ചെയ്യുന്നുണ്ട്. Sometimes the prestige of the teacher can't escape. ചില ടീച്ചേഴ്സ് അവരുടെ പ്രസ്റ്റീജിന് വേണ്ടി കമ്പൈനിങ് വിത്ത് ട്രിക്കി പ്ലാൻ എന്ന് വെച്ചാൽ അവർ വരത്തില്ലെന്നാണോ ടീച്ചറെ? എന്താണ്? അതായത് സംടൈംസ് the prestige of the teacher can't escape or avoid them. അവര് പറഞ്ഞാൽ മതി, അറിയാവുന്നത് പറഞ്ഞാൽ സ്കിപ്പ് ചെയ്തോളൂ. മറ്റുള്ള ടീച്ചർ that will not make the management mistake her, but also her co-teachers think that she is clever person. ഞാൻ ഇത് മനസ്സിലാക്കിയത് ചില ടീച്ചേഴ്സ് ചിലപ്പോൾ ഇതിൽ നിന്ന് സ്കിപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഇപ്പൊ മറ്റുള്ള കോ ടീച്ചേഴ്സ് വിചാരിക്കും അവര് നല്ലൊരു ക്ലവർ ആയിട്ടുള്ള പേഴ്സൺ ആണെന്ന്. In spite of avoiding, she can keep herself on among other.
സാർ ആ ഒരു രണ്ടെണ്ണം മനസ്സിലായില്ല ടീച്ചർ. ഓക്കെ ഇങ്ങനെയാണ്. ഓക്കെ. വേറെ ആർക്കെങ്കിലും മനസ്സിലായെങ്കിലോ നിങ്ങൾക്ക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? ആർക്കും മനസ്സിലായിട്ടില്ല? സുബിതയ്ക്ക് മനസ്സിലായോ? കുറച്ച് മനസ്സിലായിട്ടുണ്ട്. Most of them nursery school with a poor strength feel that they should make propagandas and canvas to get students. നഴ്സറി സ്കൂളുകളിലൊക്കെ കുട്ടികളുടെ സ്ട്രെങ്ത് കുറവാണെങ്കിൽ അവിടെയുള്ള ടീച്ചേഴ്സ് കുട്ടികളെ ക്യാൻവാസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവര് പ്രൊപ്പഗൻഡ പോലെയുള്ള പരസ്യപ്രചാരണം നടത്തും. പിന്നെ they do the advertisement work and employ the teaching staff to issue brochures and to go for door canvas to collect. ടീച്ചേഴ്സ് ബ്രൗച്ചർ ഓരോ സ്കൂളിന്റെ ബ്രൗച്ചർ ഇറക്കിയിട്ട് ടീച്ചേഴ്സും സ്റ്റാഫും കുട്ടികളെ ക്യാൻവാസ് ചെയ്യാൻ നോക്കും. The strength of any school is not rising in multiples. The strength of സ്കൂളിന്റെ കുട്ടികളുടെ എണ്ണം ഇതുകൊണ്ട് എന്താ പറയാ മൾട്ടിപ്പിൾ ആവില്ല എന്നാണ് തോന്നുന്നത്. So say door canvassing is not giving strength but sometimes it gives ഈ door canvassing എന്ന് പറഞ്ഞത് അത് not giving strength but sometimes it gives നമ്മള് ടീച്ചേഴ്സും സ്റ്റാഫ് ആയാലും ഓരോ കുട്ടികളുള്ള വീടുകൾ അന്വേഷിച്ച് അവര് ഡോർ ക്യാൻവാസിങ് ചെയ്താലും ചിലപ്പം സ്കൂളുകളുടെ സ്ട്രെങ്ത് നോട്ട് ഗിവൻ സ്ട്രെങ്ത് അതർ സ്കൂളുകളുടെ സ്ട്രെങ്ത് ചിലപ്പം കൂട്ടില്ല. Sometimes prestige cannot escape effect also sometimes the prestige. ഇങ്ങനെ ചെയ്യുമ്പോൾ ടീച്ചേഴ്സിന് അവരുടെ പ്രസ്റ്റീജിൽ നിന്നും എല്ലാ വീടുകൾ പോയി ക്യാൻവാസ് ചെയ്യുമ്പോൾ ടീച്ചേഴ്സിന്റെ പ്രസ്റ്റീജിന് അവർക്ക് പ്രസ്റ്റീജിന്റെ ഒരു ഇഷ്യൂ വരാറുണ്ട്. അതൊന്നും ഒരു ടീച്ചേഴ്സിനും അങ്ങനെ എസ്കേപ്പ് ചെയ്യാം. ചില ടീച്ചേഴ്സ് അങ്ങനെ ഡോർ ക്യാൻവാസിംഗ് എന്നൊക്കെ എസ്കേപ്പ് ചെയ്യാൻ നോക്കാറുണ്ട് ഞാൻ തോന്നുന്നു കേട്ടോ. That will not only make the management mistake but her co-teachers think her a clever. Not only the management mistake her but also her co-teachers think. മാനേജ്മെന്റിൽ ഒപ്പമുള്ള ടീച്ചേഴ്സ് വിചാരിക്കും ആ ടീച്ചർ വളരെ ക്ലവർ ആയിട്ടുള്ള പേഴ്സൺ ആണെന്ന്. in spite of avoiding she can keep herself one among the others. In spite of avoiding അതെന്താ മനസ്സിലായില്ല മിസ്സേ? അതായത് വേറെ ഒന്നുമല്ല, പരസ്യ പ്രചരണമാണ്. ക്യാൻവാസിംഗ് ആൻഡ് പ്രൊപ്പഗൻഡാസ് എന്ന് പറഞ്ഞാൽ പ്രചരണം, അല്ലെങ്കിൽ എന്താ പറയാ കുട്ടികളെ സ്കൂളുകളിൽ ചേർക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്ന ചില കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ചില നഴ്സറി സ്കൂളുകളിൽ എന്ന് പറഞ്ഞാൽ പുവർ സ്ട്രെങ്ത് ആയിരിക്കും ഉണ്ടാവുക. അതായത് വളരെ കുറച്ച് കുഞ്ഞുങ്ങളായിരിക്കും ചിലപ്പോൾ അവിടെ പഠിക്കുന്നുണ്ടാവുക. അപ്പൊ അവിടെ കുഞ്ഞുങ്ങളുടെ എണ്ണം കൂട്ടുന്നതിന് വേണ്ടിയിട്ട് എന്ത് തന്ത്രമായിരിക്കും ഉപയോഗിക്കുന്നത്? എന്തായിരിക്കും ഉപയോഗിക്കുന്നത്? ചില പരസ്യ പ്രചരണങ്ങൾ നടത്തില്ലേ? എങ്ങനെയാണ് പരസ്യ പ്രചരണങ്ങൾ നടത്തുക? നോട്ടീസ് ചെയ്തോ അല്ലെങ്കിൽ പോസ്റ്റേഴ്സ് അങ്ങനെ. ചിലപ്പോ നോട്ടീസ് കൊടുക്കാം, പോസ്റ്റേഴ്സ് കൊടുക്കാം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി അവരുടെ സ്കൂളിലെ കാര്യങ്ങൾ എന്ത് ചെയ്യാം, പോസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ എന്താ പറയാ വീടുകൾ തോറും ടീച്ചേഴ്സ് കയറി ഇറങ്ങി കുട്ടികളെ ക്യാച്ച് ചെയ്യാം. അല്ലെ? നിങ്ങളുടെ കാലത്ത് അല്ലെങ്കിൽ ഇപ്പൊ ഈ ഒരു സമയത്തൊക്കെ ടീച്ചേഴ്സ് സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് വരാറുണ്ടോ? ഒരു എപ്പോഴാണ് ഏപ്രിൽ മെയ് മാസങ്ങളൊക്കെ ആകുമ്പോ വരാറുണ്ടോ? ഉണ്ട്. എന്താണ് അവര് പറയുന്നത്? ഞങ്ങള് സ്കൂളിൽ ഇന്ന രീതിയിലുള്ള എന്താണ് ഫെസിലിറ്റീസ് ഉണ്ട് ഞങ്ങളുടെ അങ്ങനെയാണെന്നും പറഞ്ഞിട്ട് അവരുടെ വിജയ ശതമാനത്തെ പറ്റിയും എക്സ്പ്ലെയിൻ ചെയ്യും. അവര് വിജയ ശതമാനത്തെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യും അല്ലെ? ഓക്കെ. പിന്നെ എന്തെങ്കിലുമൊക്കെ തരുമോ? അല്ല,
എന്റെ ആനുകൂല്യങ്ങൾ അങ്ങനെയല്ല, എക്സ്ട്രാ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്, ആ രീതിയിൽ സംസാരിക്കും. പിന്നെ 2 മക്കളുള്ളത് കൊണ്ട് ഫീസ് കൺസെഷൻ ഉണ്ടെന്ന് പറയട്ടെ. ബാഗ് ഫ്രീ ആയിട്ട് തരാമെന്നൊക്കെ പറയോ? ഇല്ല ടീച്ചർ, അതൊന്നും പറയത്തില്ല. ബുക്കൊക്കെ തരാന്ന് പറയും. എന്താണ്? ഡ്രസ്സും ബുക്കും ഡ്രസ്സും ബുക്കും തരാന്ന് പറയും അല്ലേ? പിന്നെ വേറെ സ്കൂളിൽ നിന്ന് ഇപ്പൊ വേറെ സ്കൂളിലാണ് പഠിക്കണമെങ്കിൽ ഇവരെ സ്കൂളിൽ ആക്കുവാണെങ്കിൽ ഈ വർഷമാണ് വന്നെങ്കിൽ ആ വർഷം ഇപ്പൊ നമ്മൾ ചേർത്തിട്ടുണ്ടെങ്കിൽ, നേരത്തെ പോയി അഡ്മിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് ചെലവായ പൈസ, യൂണിഫോമിന്റെ അതുപോലെ ബുക്കിന്റെ, പിന്നെ സ്കൂളിൽ ഫീ അടച്ചതിന്റെ, നമ്മ എത്രത്തോളം അവിടെ അടച്ചിട്ടുണ്ടോ അത് നമുക്ക് തരാം എന്ന് പറയും. എന്നോട് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ടല്ലേ? മക്കളെ സ്കൂളിൽ ചേർക്കുവാണെങ്കിൽ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം കേട്ടോ. മാം, എന്റെ മോനെ ഇപ്പൊ ഈ കൊല്ലം ഫസ്റ്റ് ചേർത്തുള്ളൂ LKG. അപ്പൊ ഫസ്റ്റ് നമ്മുടെ അടുത്തുനിന്നുള്ള ഈ സ്കൂളുകളിൽ നിന്നൊക്കെ ടീച്ചേഴ്സ് വന്നപ്പോഴേ അന്നൊക്കെ പറഞ്ഞു ഞങ്ങളുടെ ഇവിടെ നല്ല ഫെസിലിറ്റീസാ, പിന്നെ ഗുഡ് മോണ്ടിസോറി ടീച്ചേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അന്ന് സത്യം പറഞ്ഞാൽ എന്താന്ന് പോലും ഇത് അറിയില്ല. അപ്പൊ ഞാൻ എന്താ മോണ്ടിസോറി ടീച്ചേഴ്സ് എന്താ, അത് കഴിഞ്ഞിപ്പോ സെർച്ച് ചെയ്ത് നോക്കി, പിന്നെയാണ് നമുക്ക് ഇത് ഇങ്ങനെ ക്ലാസ്സിന്റെ അത് വന്നപ്പോ ഞാൻ ജോയിൻ ചെയ്തത്. അന്ന് സത്യം പറഞ്ഞാൽ എന്താന്ന് അറിയുന്നില്ലായിരുന്നു. അപ്പോ പലതരത്തിലാണ് ഇങ്ങനെയുള്ള പ്രചരണങ്ങൾ നടത്തുക. ഒന്നില്ലെങ്കിൽ നമ്മള് സോഷ്യൽ മീഡിയ വഴി ഓരോ കാര്യങ്ങൾ അവർ പ്രചരിപ്പിക്കാം. സ്കൂളിനെ പറ്റി അവരുടെ സ്കൂളിന്റെ കാര്യങ്ങൾ ചെയ്യുന്നു, ബാഗ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നു, ബുക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നു, അംബ്രല കൊടുക്കുന്നു, ട്രാൻസ്പോർട്ടേഷൻ ഫ്രീ ആണ്, അതിനൊന്നും ചിലപ്പോൾ പൈസ കൊടുക്കേണ്ട ആവശ്യമുണ്ടാവില്ല. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഫ്രീ ആയിട്ട് തരാന്ന് പറഞ്ഞിട്ടായിരിക്കാം ചില നോട്ടീസുകളിലും കാര്യങ്ങളിലും വരുന്നത്. ഇനി അല്ലാതെ ടീച്ചേഴ്സ് ഞാൻ പറഞ്ഞല്ലോ, ഏപ്രിൽ മെയ് മാസങ്ങളൊക്കെ ആകുമ്പോൾ ഒരു 5-6 ടീച്ചേഴ്സ് എന്ത് ചെയ്യാറുണ്ട്, സ്കൂളിൽ നിന്നും പല വീടുകളിൽ തോറും കയറി ഇറങ്ങാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ വീടുകൾ തോറും കയറി ഇറങ്ങുന്നത്? അതായത് നേരിട്ട് ചെന്ന് പാരന്റ്സിനെ ബോധ്യപ്പെടുത്താൻ, ഞങ്ങളുടെ സ്കൂളിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഞങ്ങളുടെ സ്കൂളിൽ പഠിച്ചാൽ ഇന്നതാണ് ബെനിഫിറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് പാരന്റ്സിനെ ബോധ്യപ്പെടുത്തി കുട്ടികളെ അവരുടെ സ്കൂളിൽ ചേർക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണത്. ഓക്കെ, അപ്പൊ അതിനകത്തും അവർ പല ഓഫറുകളും കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ടാകും. അപ്പൊ ചില പാരന്റ്സ് ഇത് കേട്ടിട്ട് എന്ത് ചെയ്യും, ഉടനെ തന്നെ ആ സ്കൂളിലേക്ക് കുഞ്ഞുങ്ങളെ ചേർത്തു. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. പക്ഷെ ഇത്തരത്തില് കുഞ്ഞുങ്ങളെ എന്താ പറയാ പലതരത്തിലുള്ള ഓഫറുകൾ വെച്ചിട്ട് നമ്മൾ ചേർത്ത് കഴിഞ്ഞാല് ചിലപ്പോൾ അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ചിലപ്പോൾ മോശമായിരിക്കാം, ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച രീതിയിലായിരിക്കില്ല ചിലപ്പോ എന്ത് വരുന്നത്, ആ ഒരു കുട്ടി ചിലപ്പോ അവിടുന്ന് പഠിച്ചിറങ്ങുന്നത്. ഓക്കെ, അപ്പോ ഇതിന്റെ ഒരു ഫലം എന്ന് പറയുന്നത് ചിലപ്പോ ഉയരാനായിട്ട് സാധ്യത കുറവാണ്. എന്നിരുന്നാലും എന്താ പറയാ, ഈ ഡോർ ക്യാൻവാസിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം കുട്ടികളെ ചേർക്കാൻ വേണ്ടി നടക്കുന്ന ഒരു പ്രവണതയാണ്, അല്ലെങ്കിൽ കുട്ടികളെ തങ്ങളുടെ സ്കൂളിലേക്ക് ആക്കാൻ വേണ്ടി നടത്തുന്ന ഒരു പ്രവണതയായിട്ട് കുട്ടി കാണാറുണ്ട്. മിസ് പറഞ്ഞ ആക്ടിവിറ്റി ചെയ്തിട്ടുണ്ട്, മറ്റേ നമ്പർ വീലും പിക്ചർ വീലും. ഒന്ന് കാണിക്കാമോ? ഓക്കെ ഓക്കെ, ഒരു മിനിറ്റ് ചെയ്യട്ടെ. നമ്പർ വീലാണ്. പിക്ചർ വീല്. ഓക്കെ, വെരി ഗുഡ്. താങ്ക് യു. ഓക്കെ, മിസ് അസൈൻമെന്റ് ഇട്ടിട്ടില്ല മറ്റേ ക്ലാസ് റൂം ആപ്പില്? പറഞ്ഞിട്ടുണ്ടായിരുന്നേ അതിന്റെ മോക്ക് ടെസ്റ്റ് ഇടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് രണ്ടും ഇട്ടിട്ടില്ല അല്ലെ? നീറ്റ് തിയറി അല്ലെ? കൺസെപ്റ്റ് ഓഫ് നീറ്റ് തിയറിയെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? അതാണ് അത്. നീഡ്സിനെ പറ്റിയിട്ടാണ് അസൈൻമെന്റ് ചെയ്യാൻ പറഞ്ഞത്. പിന്നെ അതില് ഡോക്ടർ രാധാകൃഷ്ണൻ പറഞ്ഞതിന് എഴുതാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ചെയ്യാട്ടോ, ചെയ്യാം. നെക്സ്റ്റ് വൺ ടൈപ്സ് ഓഫ് ക്യാൻവാസിംഗ് ആണ് കേട്ടോ. ഒന്ന് റീഡ് ചെയ്യാം. നെഗറ്റീവ് ക്യാൻവാസിംഗ് വരെ ഒന്ന് റീഡ് ചെയ്യാം കേട്ടോ.
ടീച്ചർ ആ സംശയമുള്ള പോർഷൻ പറഞ്ഞിട്ടില്ലായിരുന്നു. സംശയമുള്ള പോർഷൻ ഞാൻ പറഞ്ഞു തരാം, പിന്നെ പറഞ്ഞുതരാം കേട്ടോ. നമ്മള് ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തതില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ഏരിയയാണ് ടൈപ്സ് ഓഫ് ക്യാൻവാസിംഗ് കേട്ടോ. ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് വായിച്ച് മനസ്സിലാക്കി പോകാവുന്നതാണ്. ഇതിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കേണ്ട. പക്ഷേ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻസിൽ വരുന്നതാണ്. മനസ്സിലായോ നമുക്ക് പറഞ്ഞത്? നമ്മുടെ പരീക്ഷയുടെ ഭാഗമായിട്ട്, എക്സാമിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ. നിങ്ങളോട് ഞാൻ ആക്ഷൻ സോങ്, സ്റ്റോറി, വേർഡ്സ്, സ്പീച്ച് ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആരും ചെയ്യാത്തത്? വേർഡ്സ് ഉണ്ടോ ടീച്ചറെ? വേർഡ്സ് ഉണ്ടല്ലേ, അതൊന്ന് റീഡ് ചെയ്തോളൂ. Chivalry. Chivalry means courtesy and respect towards women by men. At the chauvinism, when men consider superior than women, that is male dominance. പിന്നെ ഒരു ഫ്രേസ് നമുക്ക് പറയാം, ടു വാഷ് ഡ്രൈ ലൈൻ ആൻഡ് ടു വാഷ് ഡേർട്ടി ലൈൻ ഇൻ പബ്ലിക്. അങ്ങനെ ഒരു പറയുമ്പോൾ ടു ഓപ്പൺ ദ സീക്രട്ട് ഇൻ ഫ്രണ്ട് ഓഫ് ആൾ. പിന്നെ കോക്കി പറയും. കോക്കി മീൻസ് ഓവർ കോൺഫിഡൻറ്റ്. കോണ്ടിനൻസി, വെൻ യു തിങ്ക് സുപ്പീരിയർ ദാൻ അതേഴ്സ്. Conceited, when you have a high opinion about yourself. அடுத்தது classist, when you treat people unfairly on the basis of social class. Okay. Is a moral story. ശരി, എന്താണ്? Moral story. Okay. Once upon a time, there lived a lion and a mouse. One day, the lion was sleeping. The mouse started playing on it. The lion woke up. He caught up the mouse, requested for forgiveness. The lion let him go. After some days, the lion caught in a net. The mouse cut the net with his teeth. The lion was free. He thanked the mouse. Moral: do good, have good. Words in the message. Okay. Dumb, foolish. Hard, difficult. Rich, wealthy. Poor, needy. Fast, quick. Okay.
മിസ്സേ, അഞ്ജന. ആ ഞാൻ പിക്ചർ വീല് ചെയ്ത് വെച്ചിട്ട് കുറെ ദിവസമായി എനിക്ക് ക്ലാസ്സിൽ കയറാൻ പറ്റില്ല. മൂന്ന് സുഖമില്ലാത്തത്. ഇന്ന് ഞാൻ ക്ലാസ്സിൽ വന്നത്. കാണിച്ചോട്ടെ? ഓക്കെ, കാണിച്ചു. കാണാമോ മിസ്സേ? കാണാം. ഇത് പിക്ചർ വീല്, ഇത് നമ്പർ വീല്. ഞാനിത് മിസ് പറഞ്ഞപ്പോ തന്നെ 2 ദിവസത്തിനുള്ളിൽ ചെയ്തായിരുന്നു. പക്ഷെ 3 സുഖമില്ലായിട്ട് ഒറ്റ ക്ലാസ്സിലും കയറാൻ പറ്റിയില്ല. എല്ലാ റെക്കോർഡ് ക്ലാസ്സുകളും കേട്ടോണ്ടിരുന്നേ. നന്നായിട്ടുണ്ട് കേട്ടോ ചെയ്തത്. മിസ്സേ, ഞാൻ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ അത് ചെയ്തു വന്നിട്ടുണ്ട്. അത് എ പേഴ്സൺ ഹു ലുക്സ് ഓൺ ദ ഡാർക്ക് സൈഡ് ഓഫ് ലൈഫ്, ആളെ പറയണത് പെസിമിസ്റ്റ്. പിന്നെ എ പേഴ്സൺ ഹു ലുക്സ് ഓൺ ദ പോസിറ്റീവ് സൈഡ് ഓഫ് ലൈഫ്, ഒപ്റ്റിമിസ്റ്റ്. എ പേഴ്സൺ ഹു നോസ് മെനി ലാംഗ്വേജസ്, ലിംഗ്വിസ്റ്റിക്. എ പേഴ്സൺ ഹു മേക്സ് the supreme sacrifice for a noble cause, martyr. A person who loves his country and devoted it, patriot. A person who undertakes a commercial venture, entrepreneur. A person who has uncontrollable obsession to steal, kleptomaniac. A person who long experience, veteran. A person who is inexperienced, novice. A person who loves mankind, philanthropist. Thank you. താങ്ക് യു. ഇനി എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇനി ബാക്കി ക്ലാസ് നെക്സ്റ്റ് വീക്ക് ട്യൂസ്ഡേ എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. ടൈപ്സ് ഓഫ് ക്യാൻവാസിംഗ് റീഡ് ചെയ്തിട്ട് വരിക കേട്ടോ. ഓക്കെ, Thank you, ma'am. താങ്ക് യു. സൈൻ ഔട്ട് ചെയ്തോളൂ കേട്ടോ. Okay. ആളുണ്ടോ? On the teacher, Nana, we wanted to take a moment to express our heartfelt gratitude for the incredible learning experience you have provided us. Your passion, patience, and expertness have made the significant impact on our understanding. Thank you for your dedication and support and care. Thank you, ma'am. ഓക്കെ, താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. Thank you, ma'am. താങ്ക് യു.